ഹലോ, ഞാനിപ്പോൾ ഈ കാര്യം പറയാൻ വന്നിരിക്കുന്നത് കുഞ്ഞു മക്കളോടാണ്. ഇപ്പോൾ കാര്യം എന്ന് പറയാൻ നമ്മളിപ്പം എല്ലാ കുട്ടികളും 4ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി എന്താണ് വെക്കേഷനല്ലേ. അപ്പം 5ാം ക്ലാസ്സിലോട്ട് കയറാൻ താല്പര്യമില്ലായിരുന്നു. താല്പര്യമില്ലാതൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്ന 5ാം ക്ലാസ്സിലാണ്. ഇപ്പോൾ ഈ നിർദ്ദേശം തരുന്നത് വേറൊന്നുമല്ല, ഒരു സ്കൂളിനെ പറ്റിയാണ്. ഞാൻ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. അവിടെ നല്ല സ്കൂളാണ് കേട്ടോ. അവിടെ ഈ കോട്ടയം ജില്ലക്കാരാണ് ഈ കാര്യം പറയുന്നത്. UPS സ്കൂൾ ഭാഗത്താണ്. ഇത് വരുന്നത് ഞേലിയകുടി ഭാഗത്തായിട്ടാണ്. ഞേലിയകുടി അവിടെ ഒരു ആശുപത്രി ഉണ്ട് കേട്ടോ. നമ്മൾ പറയുന്നത് വാകത്താനം ആശുപത്രി എന്ന് പറയും. അവിടെ ഒരു ആശുപത്രി ഉണ്ട്. അതിന് മേളിൽ പൊക്കത്തായിട്ട് സ്കൂൾ ഇരിപ്പുണ്ട്. ആ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. നല്ല പഠിപ്പീരാണ്. ഇപ്പോൾ ചീത്ത വേർഡ്സ്, ബാഡ് ടച്ച് അങ്ങനൊരു ഇതുമില്ല. നല്ല മര്യാദയായിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് അതെന്ന് പറയുന്നത്. പിന്നെ വണ്ടി ഫീസ് എന്ന് പറയുന്നത് ദൂരക്കൂടുള്ളവർക്ക് 500 രൂപയും ദൂരക്കൂട് കുറവുള്ളവർക്ക് 400 രൂപയാണ്. നിങ്ങളുടെ സ്ഥലം പറഞ്ഞാൽ മതി, അതിലെല്ലാം വണ്ടി വരുന്നതാണ്. ഇപ്പം ഇവിടെ ആനിവേഴ്സറി ഫീസ് എന്ന് പറയുമ്പം ഈ മദർ PT ഉണ്ട്. അവിടെ PTക്കാരനിതാണ്. അപ്പം ഓരോ PTക്കാരെന്ന് പറയുമ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്കൂൾ ആനിവേഴ്സറിക്ക് മദർ PTയും PTക്കാരും ഇട്ടേക്കുന്നതെന്ന് പറയുന്നത് 400 രൂപയാണ്. അതിന് ലൈറ്റ് സെറ്റ്, പുതിയ മൈക്ക് സെറ്റ് അതെല്ലാം മേടിക്കണം കേട്ടോ. അപ്പോൾ മദർ PTയും 400 രൂപ ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, അവിടെ കുൻഫു ഡാൻസും ഉണ്ട്. കുൻഫുവിന് ചെയ്ത് നമുക്ക് 100 രൂപയും, അഥവാ ഡാൻസിന് കുൻഫുവിന് ആൾ കൂടുതലാണെങ്കിൽ 100 രൂപയാണ്. അഥവാ ഡാൻസിന് ആൾ കുറവാണെങ്കിൽ 150 രൂപയാണ്. കുൻഫുവിന് ആൾ കുറവാണെങ്കിൽ അതിനെനിക്കറിയില്ല, 150 ആയിരിക്കും. ഡാൻസിന് കൂടുതൽ ആൾക്കാരാണെങ്കിൽ 100 ആയിരിക്കും. അപ്പോൾ നമുക്കൊന്നും അറിയില്ല, ടീച്ചേഴ്സാണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ സ്കൂളിൽ അടിപൊളി സ്കൂളാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൽ ചേരാൻ താല്പര്യമുള്ളവർ വരിക. അവിടെ ഇംഗ്ലീഷ് മീഡിയമുണ്ട്, മലയാളം മീഡിയമുണ്ട്. അവിടെ എല്ലാ പീരീഡും എടുക്കും. PT പീരീഡും തരുന്നതാണ്. പക്ഷേ PT പീരീഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് PTയിലെ സബ്ജക്റ്റ് പഠിപ്പിക്കും. എപ്പോഴും പഠിപ്പിക്കുന്നില്ല കേട്ടോ. ഇടയ്ക്ക് കളിക്കാനൊക്കെ വിടും. അപ്പം ആനിവേഴ്സറി പ്രാക്ടീസ് ആയതുകൊണ്ട് നമ്മൾ പ്രാക്ടീസിനൊക്കെ ഉണ്ട് കേട്ടോ. ഡിസംബർ 2 പീരീഡ് എടുക്കും, എന്നിട്ട് പ്രാക്ടീസിന് ഇടും. പിന്നെ അവിടെ വേറെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, നല്ല സ്കൂളാട്ടോ. അവിടെ എല്ലാ സബ്ജക്റ്റും ടീച്ചർമാരുണ്ട്. വേറൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഓരോന്നും ഫീസ് ഉണ്ട് കേട്ടോ. അവിടെ ഫീസില്ലാതെ ടെക്സ്റ്റ് ബുക്കിനില്ല, യൂണിഫോത്തിനും ഇല്ല. യൂണിഫോം തയ്ക്കുന്നതിന് ഫീസ് കൊടുത്താൽ മതി. പിന്നെ ഫീസ് ഉള്ളത് കോട്ടിനുണ്ട്. കോട്ടിന് 600, ID കാർഡിനെന്തോ 60 രൂപയും അങ്ങനെയാണ്. ഫീസിനെല്ലാം മറന്നത്. പിന്നെ എക്സാം ഫീസൊക്കെ കൊടുക്കുന്നത് 20 രൂപയാണത്. അപ്പം എൻ്റെ ഈ സ്കൂളിലെ നിർദ്ദേശങ്ങൾ കേൾക്കാതിരുന്ന എല്ലാ കുട്ടികൾക്കും നന്ദിയുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുവാണ്, അവിടെ മര്യാദയോട് കാണിച്ചാൽ ആ സ്കൂളിൽ ചിലപ്പോൾ പറഞ്ഞു വിടും. എൻ്റെ ക്ലാസ്സിൽ മുന്നിൽ ചിലക്കുന്നുണ്ട്, അവൻ ജനൽ ചാടി വീട്ടിൽ പോയതിന് പ്രശ്നമുണ്ട്. അപ്പോൾ 4ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും UP സ്കൂളിലോട്ട് വരേണ്ടതാണ്. പിന്നെ ആ സ്കൂളിൽ ജയിപ്പിച്ച് വിടും. എന്നാൽ പഠിക്കാതില്ല ഇരിക്കില്ല കേട്ടോ.